ഹലോ സുഹൃത്തുക്കളെ, എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇന്ന് കപ്പ കൊണ്ടൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഈ ഡിഷ് തയ്യാറാക്കുന്നതിന് വേണ്ടി വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരിക്കലും എത്ര തിന്നാലും മതി വരാത്ത രീതിയിലുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ മധുരം കഴിക്കുമ്പോൾ നമുക്ക് മത്തെടുക്കും അല്ലേ, ഇതാണ് അങ്ങനൊരു ഇതേ ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ചെറിയ വലിപ്പത്തിലുള്ള കപ്പ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ ഗ്രേറ്ററിനകത്ത് ഏറ്റവും ചെറിയ ഹോളുള്ളത് വെച്ച് വേണം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ചീസാണ്. ചീസൊന്നുമല്ല, നമ്മളെ കപ്പയാണ് കേട്ടോ. ആ ഒരു പരുവത്തിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഗ്രേറ്റ് ചെയ്തെടുത്ത കപ്പയിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊന്ന് നമുക്കൊന്ന് പിഴിഞ്ഞ് കളയണം. ഓവറായിട്ട് പിഴിഞ്ഞ് കളയുന്നത്, ഓവറായിട്ട് ഡ്രൈ ആക്കരുത്. നമ്മൾ ഒരു അരിപ്പയിലേക്ക് വെച്ചതിന് ശേഷം നല്ലതുപോലെ 4-5 തവണ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. കുറച്ച് മാത്രം നമുക്ക് പോയി കിട്ടിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്വീറ്റ് റെസിപ്പി നമ്മൾ കഴിക്കും, അതുകൊണ്ടാണ്. ഇനി ചെയ്യേണ്ടുന്നത് ഒരു പാത്രം എടുക്കുക. ഞാൻ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു വേണം, ഞാൻ ഇൻഡക്ഷനിലാണ് വെക്കുന്നത്, അതുകൊണ്ട് ചായപാത്രത്തിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അളവ് കൂടും, തേങ്ങാപ്പാലിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവും കൂടണം. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ഈ കപ്പയുടെ അളവാണ് കേട്ടോ. നിങ്ങളുടെ കപ്പയുടെ അളവ് കൂടുന്നതനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അളവും കൂടണം, അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവും കൂടണം. അതിനുശേഷം ആ ഒരു പഞ്ചസാരയും നമ്മുടെ തേങ്ങാപ്പാൽ നല്ലതുപോലെ മെൽറ്റായിട്ട് വരണം. മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പയുണ്ടല്ലോ അതിലേക്കിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇനി നമ്മൾ നല്ല രീതിയിൽ ഇതിൻ്റെ വെള്ളം എല്ലാം കൂടെ വറ്റി കുറുക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചേർത്തത്. നമ്മൾ ഈ തേങ്ങാപ്പാൽ എടുത്തു വെച്ച തേങ്ങാക്കൊത്ത്, പിഴിഞ്ഞ് വെച്ച തേങ്ങാക്കൊത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നമുക്ക് ഈ നെയ്യുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഗ്യാസ് തീർന്നു പോയോണ്ടാണ് ഞാനിത് ഇൻഡക്ഷനിൽ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ 4മതൊരു ഇൻഗ്രീഡിയൻറ്റ് ഞാനിതിൽ ചേർത്ത് പോയി. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. കാരണം നോൺ സ്റ്റിക്ക് പാനിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി നോൺ സ്റ്റിക്ക് പാൻ അല്ലാതെ ചെയ്യുന്നവരാണെങ്കിൽ ചേർക്കുക. അപ്പോൾ നെയ്യുടെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്ന് ഞാൻ പറയില്ല. നെയ്യ് ഇല്ലാതെ ഇത് നല്ല ടേസ്റ്റാണ്. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മളിതൊന്ന് ഓഫ് ചെയ്യണം. നമ്മളെ റെസിപ്പി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇല്ല ജെല്ലി മുട്ടായി കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല പശ പോലെ ഇങ്ങനെ ഒട്ടും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു സ്റ്റീൽ പാത്രം നിങ്ങളുടെ കയ്യിലുള്ള ഏത്, അപ്പോൾ സ്റ്റീൽ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചൂടല്ലേ, അപ്പോൾ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ പാത്രത്തിൽ തന്നെ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി എണ്ണയോ അതല്ലെങ്കിൽ നെയ്യോ ഒന്ന് തൂവി കൊടുക്കുക, ഒന്ന് തടവി കൊടുക്കുക. ഇനി നമ്മളതെല്ലാം ഒഴിച്ചതിന് ശേഷം നല്ല ലെവലായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ തേങ്ങാക്കൊത്തുണ്ടല്ലോ അതിലേക്ക് വിതറി കൊടുക്കുക. കഴിഞ്ഞു. ഇനി ഞാൻ കൂടുതൽ ഭംഗിക്ക് വേണ്ടി, നമ്മൾ വീഡിയോ എടുക്കുകയല്ലേ, അതിന് ഭംഗിക്ക് വേണ്ടി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് സ്പൂണ് വെച്ച് നല്ല രീതിയിൽ സ്കൂപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇത് കാണുമ്പോൾ നല്ല ജെല്ല് മുട്ടായി പോലെ ഇരിക്കും. നമ്മൾ ടെൻഡർ കോക്കനട്ടൊക്കെ നമ്മൾ കരിക്ക് കഴിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റാണ്. ചീനിയാണെന്ന് പറയത്തേയില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മളിത് ഒരു വട്ടം വായിലിട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.